ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ. അഥ സർവഗുണോപേത കാല പരമശോഭന. നമുക്കാർക്കും നിയന്ത്രിക്കാൻ സാധിക്കാതെ എന്നാൽ നമ്മൾ ഓരോരുത്തരെയും നിയന്ത്രിക്കുന്നതാണ് കാലം എന്ന് ഇവിടെ സൂചിപ്പിച്ചു. ഒരു കാലത്ത് ദേവാസുര മഹായുദ്ധത്തിൽ പരാജയപ്പെട്ട അസുരന്മാർ വീണ്ടും ദേവന്മാരോട് യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ മഹാബലി തടഞ്ഞ് പരാജിതോപി നാഖിദ്യൽ ലോകതത്വ വിചക്ഷണ. ഇപ്പോൾ ദേവന്മാരെ പരാജയപ്പെടുത്താൻ നമുക്ക് പറ്റില്ല, കാരണം കാലം ഭഗവാൻ അവർക്ക് അനുകൂലമായി നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് കാത്തിരിക്കാം, കാലം നമുക്ക് അനുകൂലമായി തീരുന്നത് വരെ. ആ പ്രാർത്ഥനയുടെ സാഫല്യമാണ് വാമനമൂർത്തിയായി ഭഗവാൻ അനുഗ്രഹം ചൊരിഞ്ഞത്. അതുപോലെ പൂർവജന്മത്തിൽ നമ്മൾ എന്തായിരുന്നു പറയാൻ പറ്റുമോ? സാധിക്കില്ല. എവിടെയായിരുന്നു പറയാൻ പറ്റുമോ? സാധിക്കില്ല. എന്തൊക്കെ ചെയ്തു ഓർക്കാൻ പറ്റുമോ? സാധിക്കില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ഉറപ്പിച്ചു പറയാം, നമ്മളൊക്കെ എന്തൊക്കെയോ പുണ്യം ചെയ്തിട്ടുണ്ട്, ഭാഗ്യം ചെയ്തിട്ടുണ്ട്. അന്ന് ചെയ്തതായ ആ ഒരു പുണ്യം, ആ ഒരു ഭാഗ്യം നമുക്കിതാ അനുകൂലമായ ഒരു കാലത്തെ തന്നിരിക്കുന്നു. ഇങ്ങനെ ഒരു സപ്താഹരംഗത്തിൽ, ഇങ്ങനെ ഒരു കൃഷ്ണാവതാര മുഹൂർത്തത്തിലേക്ക് നമ്മളെ ഭഗവാൻ എത്തിച്ചു എന്നുണ്ടെങ്കിൽ ഇതിൽ പരം ഇനി എന്താ ഭഗവാൻ നമുക്ക് തരാനുള്ളത്? പരീക്ഷിത്ത് മഹാരാജാവ് സർവ്വവിധത്തിലും താൻ കേൾക്കാൻ ആഗ്രഹിച്ചതായ ആ ശ്രീകൃഷ്ണ കഥകൾക്ക് മുൻപിലേക്ക് ഗുരുനാഥൻ ആവേശത്തോടുകൂടി നവമസ്കന്ധത്തിൽ കുതിച്ചു പോകുന്നതായ ഒരു തീവണ്ടി പോലെ, ഭാഗവത തീവണ്ടിയുടെ വേഗത എന്ന് പറയാറുണ്ട് സജ്ജനങ്ങൾ. ഇവിടെ സർവ്വവിധത്തിലും ഒടുവിൽ ആ ശ്രീകൃഷ്ണ കഥകളിലേക്കെത്തി ഇനി വിസ്തരിച്ച് ആ കൃഷ്ണകഥകളിൽ മുഴുകാമല്ലോ എന്ന് കരുതിയ പരീക്ഷത്തിൻ്റെ ആവേശത്തെ മുഴുവൻ കെടുത്തിക്കൊണ്ട് 2 ശ്ലോകങ്ങളിൽ ശ്രീകൃഷ്ണ അവതാരത്തെ ചുരുക്കി ഗുരുനാഥൻ. ഇവിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൃഷ്ണനോടുള്ളതായ തൻ്റെ പ്രേമവും ഈ ശ്രീകൃഷ്ണ കഥകളോടുള്ളതായ തൻ്റെ ഭക്തിയും പരീക്ഷിത്ത് തുറന്നു പറയുകയാണ്. എന്താ കൃഷ്ണാവതാരത്തിൻ്റെ പ്രത്യേകത? നിവൃത്തത ഋഷൈഹി, നിവൃത്തന്മാരായ ഋഷീശ്വരന്മാർ പോലും, വ്യാസപുത്രനായ ശ്രീശുക ബ്രഹ്മഋഷി പോലും കൃഷ്ണാവതാര ശ്ലോകങ്ങൾ, ശ്രീകൃഷ്ണ മഹിമകളെ കേട്ടിട്ടാണല്ലോ ഭാഗവതത്തിലേക്ക് പോലും ആകൃഷ്ടരായത്. സർവ്വവിധത്തിലും യോഗീശ്വരന്മാർക്ക് പോലും ഭഗവത് കഥകളെ, കൃഷ്ണകഥകളെ, ഭാഗവതത്തെ ഉപേക്ഷിക്കാൻ സാധിക്കണില്ല എന്നാണ് ഞാൻ ചിന്തിക്കാറുണ്ട്. ഭാഗവത ആചാര്യന്മാരായി അല്ലെങ്കിൽ ഭാഗവതത്തെ സേവിച്ച എത്രയോ മഹാത്മാക്കൾ സന്യാസ ഭാവത്തിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ യജ്ഞത്തിന് ആചാര്യനായിരിക്കുന്ന അദ്ദേഹടക്കം എത്രയോ ആചാര്യന്മാർ, അവരൊക്കെ ഈ സന്യാസഭാവത്തിലേക്ക് വരുമ്പോൾ എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് വരുന്നത്. നമുക്കൊരിക്കലും സാധിക്കാത്ത തരത്തിലുള്ള എല്ലാ പ്രതിബന്ധങ്ങളെയും എല്ലാത്തിനെയും ഉപേക്ഷിച്ച് എന്തിന് അവനവന് തന്നെ ഒരു ആത്മപിണ്ഡം എന്ന ഭാവത്തിൽ അവനവന് തന്നെ ഒരു അറുതി വരുത്തിയിട്ടാണ് വരുന്നത്. പക്ഷെ എല്ലാം ഉപേക്ഷിച്ചിട്ടും ഭാഗവതത്തെ ഉപേക്ഷിച്ചതായി കണ്ടിട്ടില്ല. അപ്പോൾ സന്യാസഭാവത്തിലേക്ക് പ്രവേശിച്ചിട്ടും ഭാഗവതത്തെ അവർ മുൻപുള്ളത് അതേപോലെ ചേർത്ത് പിടിക്കണമെങ്കിൽ ആ ഋഷീശ്വരന്മാർക്ക് പോലും, ആ ആത്മാരാമന്മാർക്ക് പോലും ആനന്ദം കൊടുക്കുന്ന ഭഗവാന്റെ കഥകൾ, എൻ്റെ പൂർവികന്മാരായ പാണ്ഡവന്മാർ അനുഭവിച്ച ആ കൃഷ്ണകാരുണ്യത്തിൻ്റെ കഥകൾ, ഇനി പൂർവികന്മാരുടെ പാരമ്പര്യമൊന്നും പറയണ്ട, അമ്മയായ ഉത്തരയുടെ ഗർഭത്തിൽ വെച്ച് ഞാൻ അനുഭവിച്ചതായ ആ കൃഷ്ണൻ്റെ കാരുണ്യം
അതെനിക്ക് വിസ്തരിച്ചു പാടിത്തരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് സർവ്വവിധത്തിലും ഭാഗവത പ്രധാനമായ കൃഷ്ണകഥകളിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ എന്തിനാ ഇങ്ങനെ പരീക്ഷിത്ത് എന്ന ഈ ശ്രോതാവിൻ്റെ ശ്രദ്ധയെ കൂടുതൽ പറയണത് എന്നാണെങ്കിൽ, കൃഷ്ണാവതാരം അത് പറയാം, അത് കേൾക്കാം, അതിനപ്പുറം നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് ആ അവതാരം ഒരനുഭവമാവണമെങ്കിൽ നമ്മളൊക്കെ ഈ പരീക്ഷിത്തായിരിക്കണം. അത്തരത്തിൽ പരീക്ഷത്തിനെ പോലെ ഒന്ന് നമ്മൾ തിരിഞ്ഞ് ചിന്തിക്കുമ്പോഴാണ് ജീവിതത്തിൽ ഈ ഒരു നിമിഷം വരെ നമ്മളെ എത്തിച്ചത് ആ ശ്രീകൃഷ്ണ കാരുണ്യമാണ് എന്നോർക്കാൻ സാധിക്കുക. നമ്മുടെ പൂർവികന്മാരിൽ ആരോ ഭാഗവതത്തെ ഉപാസന ചെയ്തതിൻ്റെ ഫലം, നമ്മുടെ പൂർവികന്മാരിൽ ആരോ ഭാഗവതത്തെ ചേർത്തു പിടിച്ചതിൻ്റെ ഫലം പോരാ, നമ്മളുടെ അച്ഛനമ്മമാർ ചെയ്തതായ ഭാഗ്യം പോരാ, നമ്മളുടെ അമ്മയുടെ ഗർഭത്തിൽ കിടക്കുമ്പോൾ ആ അമ്മ ജപിച്ച കൃഷ്ണനാമത്തിൻ്റെ ഫലം, അതാണ് ഇന്ന് ഈ കൃഷ്ണാവതാര രംഗത്തിലേക്ക് നമ്മളെ എത്തിച്ചത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും എൻ്റെ കഴിവ് കൊണ്ട് ഞാനിപ്പോൾ കൃഷ്ണാവതാരം കേൾക്കാൻ വന്നു, വായിക്കാൻ പോകണു, പറയാൻ പോകണു എന്ന് ചിന്തിക്കണ്ട. ഇതിനൊക്കെ പിറകിൽ എത്രയോ ഭഗവാന്റെ കാരുണ്യവും കണക്കുകൂട്ടലുകളുമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പരീക്ഷിത്തായി നമ്മളെ ഇരുത്തിക്കൊണ്ടാണ് ആ ശ്രീകൃഷ്ണ കഥകളിലേക്ക് പ്രവേശിക്കുന്നത്. പലവിധത്തിലുള്ള ദുഷ്ടന്മാരുടെ ഭാരം സഹിക്കാൻ സാധിക്കാതെ ഗോരൂപധാരിയായ ഭൂമിദേവി ബ്രഹ്മാദികളോടൊപ്പം ഭഗവാനെ ചെന്ന് സ്തുതിക്കുന്നതും, പന്നകശായിയായ പത്മനാഭൻ്റെ മുൻപിൽ ഭഗവാനെ പുരുഷസൂക്താദി വേദമന്ത്രങ്ങളെ കൊണ്ട് സ്തുതിച്ചതായ രംഗത്തിൽ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ ആ ആനന്ദവാർത്ത ലഭിച്ചു എന്നും, അവതീരയതോർവംശേ ഭഗവാൻ ഭൂതഭാവന, ഭൂമിയിൽ സർവ്വവിധത്തിലും യദുകുലത്തിൽ ഭഗവാൻ കൃഷ്ണനായി അവതരിക്കാൻ പോകുന്നു. പോരാ, ഭഗവാനോടൊപ്പം അനന്തമൂർത്തി ബലരാമനായും പത്മനാഭ സോദരിയായി സാക്ഷാൽ ഭഗവതിയും അവതരിക്കുന്ന ഒരു അവതാര മഹോത്സവം ഭൂമിയിൽ നടക്കാൻ പോവുകയാണ് എന്ന ആ ഒരു ബ്രഹ്മാവിൻ്റെ വാർത്ത കേട്ട സർവരും ആനന്ദിച്ചു എന്ന് മാത്രമല്ല, ബ്രഹ്മാവ് അവർക്കൊക്കെ ഒരു ഓഫർ കൊടുത്തു. സ്വതവേ ഭഗവാൻ അവതരിക്കും, അവതാരം കഴിഞ്ഞ് തിരിച്ചു വരും, എന്നാൽ ഇത്തവണ നിങ്ങൾക്കൊക്കെ ഭഗവാനോടൊപ്പം ഈ ഭൂമിയിൽ ആ അവതാരത്തിൽ പങ്കുചേരാം, കൃഷ്ണനോടൊപ്പം ആടാനും പാടാനും ആ ഭഗവാനെ ആസ്വദിക്കാനും ഇതുപോലെ ആ പരബ്രഹ്മത്തെ ചേർത്തു പിടിക്കാൻ മറ്റൊരവതാരത്തിലും ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല എന്ന ബ്രഹ്മാവിൻ്റെ ആ അനൗൺസ്മെൻ്റ് കേട്ട് സകല പുണ്യജന്മങ്ങളും ഭൂമിയിലേക്ക് ഓടി അല്ലെങ്കിൽ എത്തി. നാളെ ബ്രഹ്മാവ് പറയണത് കേൾക്കാം, ഞാനൊരു മണ്ടൻ, ഇവരോടൊക്കെ പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് വിഡ്ഢിയായ ഞാൻ അവിടെ പോയി നിന്നു. അന്നേ ഞാനും വന്നിട്ടുണ്ടെങ്കിൽ അഹോഭാഗ്യം എന്ന് എന്നെക്കുറിച്ചും ഈ ലോകം സ്തുതിക്കുമായിരുന്നു. ഏതായാലും സർവ്വവിധത്തിലും ആ പുണ്യജന്മങ്ങൾ മുഴുവൻ ഭൂമിയിൽ അണിനിരന്നു. കൃഷ്ണാവതാരത്തിനൊരു സന്ദർഭം, സർവ്വവിധത്തിലും ഒരു നാടകവേദിയിലേക്ക് ആ നടൻ വരുന്നതിന് മുമ്പ് അതിനെ അണിയിച്ചൊരുക്കുന്നത് പോലെ ഭാഗ്യജന്മങ്ങൾ മുഴുവൻ ഭൂമിയിൽ നിരന്നു എന്നാണ്. മധുരയിലാണ് കൃഷ്ണൻ്റെ അവതാരം എന്ന് കേട്ടപ്പോൾ എല്ലാവരും മധുരയിൽ പോയി ജനിച്ചു. മധുരയിൽ പലവിധത്തിലുള്ളതായ ജീവജാലങ്ങളായിട്ടും മനുഷ്യന്മാരായിട്ടും മധുരാവാസികളായിട്ടൊക്കെ ജനിച്ചു. പിന്നെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക, പൂർവ്വപുണ്യം കൊണ്ടുള്ള ആൾക്കാർ വേഷം കെട്ടാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ പറഞ്ഞു, ഇവിടെ ഇനി സ്ഥലമില്ല അല്ലേ, ഇനിയിപ്പോൾ ഈ ഭാഗത്ത് ഇവിടെ സ്ഥലമില്ല. അപ്പം എന്താ വഴി? അപ്പോഴാണ് പറഞ്ഞത്, ഇവിടെ ജനിക്കണമെന്നേ ഉള്ളൂ. കാണേണ്ടത് ബാലലീലകളല്ലേ, അത് അമ്പാടിയില. അവിടെ പോയാൽ ചിലപ്പോൾ അവിടെ സ്ഥലം ഉണ്ടാവും. പിന്നെ അവിടെ പോയി ഗോപികമാരായി, ഗോപന്മാരായി, മാനായി, മയിലായി, വണ്ടായി, പശുവായി, പശുക്കുട്ടികളായി, എന്തിന് യമുനാതീരത്തൊരു കാട്ടോടക്കമ്പായിട്ട് വരെ അവരൊക്കെ കാത്തിരുന്നു ആ ഭഗവാന്റെ അവതാരത്തിനായിട്ട്. സർവ്വവിധത്തിലും മധുരാധിപതിയായ ആ ഉഗ്രസേന മഹാരാജാവിൻ്റെ പുത്രൻ കംസൻ നയിക്കുന്നതായ ഒരു വിവാഹ ഘോഷയാത്ര, സഹോദരിയായ ദേവകിയെ വസുദേവർക്ക് വിവാഹം ചെയ്ത് നടക്കുന്നതായ ആ ഘോഷയാത്രയുടെ മധ്യത്തിൽ കേട്ടതായ അശരീരി വാക്കുകൊണ്ട് ദേവകിയെ വെട്ടിക്കൊല്ലാൻ പുറപ്പെട്ടതായ കംസൻ്റെ മുൻപിൽ വസുദേവർ സത്യം ചെയ്തു, ഞാൻ ഉണ്ടാകുന്ന കുട്ടികളെ സമർപ്പിച്ചോളാം. വസുദേവരെ വിശ്വാസമുള്ളതായ കംസൻ പിടിവിട്ടു. ഉണ്ടായ 6 കുട്ടികളെയും പിന്നീട് നിഷ്കരുണം കംസൻ വധിക്കുകയും ഉണ്ടായി. ഇതൊക്കെ സഹിച്ചു ദേവകി വസുദേവന്മാർ. എന്തിനു വേണ്ടിയിട്ട്?
കാലം അനുകൂലമായിട്ട് വരും എന്ന പ്രാർത്ഥനയോടുകൂടി ഇതെല്ലാം സഹിച്ചാലും ഈ പറയുന്നതായ പ്രാരബ്ധങ്ങളിലൊക്കെ വീണാലും നാളെ ആ ഭഗവാൻ തനിക്ക് അനുകൂലമായിട്ട് തീരും എന്ന ഭാവത്തിൽ കാത്തിരുന്നു അവർ. സർവ്വവിധത്തിലും ഏഴാമതായി അനന്തമൂർത്തിയെ ഗർഭം ധരിച്ചതും മായാഭഗവതി ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ദേവകീഗർഭത്തിൽ നിന്നും രോഹിണീഗർഭത്തിലേക്ക് ആ ഭഗവതിയെ മാറ്റി യശോദാഗർഭത്തിലേക്ക് നന്ദപുത്രിയാവാൻ ആവേശിച്ചു. ദേവകിയുടെ ഏഴാമത്തെ ഗർഭം അലസി എന്നുള്ള വാർത്ത കേട്ടു. അടുത്തത് 8 എന്ന് ഉറപ്പിച്ച കംസൻ ദേവകി വസുദേവന്മാരെ 2 തൂണുകളിലായി ചങ്ങലകളെ കൊണ്ട് ബന്ധിച്ച് കിടത്തി. ഇവിടെ ദേവകി എന്ന ആ ഒരു അമ്മയുടെ ഭാവം അല്ലേ, ആകെ ആ കൂരിരുട്ട് നിറഞ്ഞ കാരാഗൃഹത്തിൽ ഒരു ചെറിയ കിളിവാതിൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ വെളിച്ചം മാത്രമേ അതിനുള്ളിലേക്കുള്ളൂ. വസുദേവരിപ്പോൾ ആഗ്രഹിക്കണത് എന്താ വെച്ചാൽ ആ വാതിലും കൂടി വേണ്ടയായിരുന്നു. കാരണം ആ വെളിച്ചം വരുമ്പോൾ വസുദേവർ കാണുന്നത് തളർന്ന് കരഞ്ഞ് ആ ചങ്ങലകളിൽ തൂങ്ങിക്കിടക്കുന്ന ദേവകി എന്ന അമ്മയെയാണ്. ഇനി ഈ ദേവകി അനുഭവിക്കാൻ എന്താ ബാക്കിയുള്ളത്? അപ്പം എന്തേ ഭാഗവതം നമ്മളോട് പറയണത്? കൃഷ്ണൻ എന്ന ആ ഒരു അവതാരമൂർത്തിയെ ഇങ്ങനെ സ്വന്തമായി നമ്മുടെ ഹൃദയത്തിൽ കിട്ടണമെങ്കിൽ ഭഗവാനെ തൻ്റെ ഹൃദയത്തിലേക്ക്, തൻ്റെ ഗർഭത്തിലേക്ക് ദേവകി ആവേശിപ്പിച്ചു എന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ പരീക്ഷണം കഴിഞ്ഞിട്ടാണ് എന്ന് ഓർമ്മപ്പെടുത്തി. ഏതായാലും സർവ്വവിധത്തിലും ആ ദേവകിയുടെ അവസ്ഥ കണ്ട് വസുദേവർ ഹൃദയത്തിൽ ഭഗവാനെ ധ്യാനിക്കും. അങ്ങനെ ധ്യാനിക്കുന്ന സമയത്താണ് അതിസുന്ദരമായ രൂപത്തിൽ വസുദേവരുടെ ഹൃദയത്തിൽ നീലബാലനായി ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നതും ആ ആനന്ദസ്വരൂപനെ ദേവകിക്ക് തൻ്റെ വാക്കുകളിൽ കൂടി പകർത്തിക്കൊടുത്ത് അനുഗ്രഹിക്കുന്നതും സച്ചിദാനന്ദ സ്വരൂപനായ ആ ഭഗവാനെ, ശബ്ദബ്രഹ്മസ്വരൂപനായ ഭഗവാനെ ദേവകീദേവി തൻ്റെ ഗർഭത്തിലേക്ക് സ്വീകരിക്കുന്നതുമായ രംഗം. ദേവകീഗർഭ ശ്രീലകത്ത് ശോഭിക്കുന്ന ഭഗവാനെ ബ്രഹ്മാദി ദേവന്മാർ സത്യസ്വരൂപനായി സത്യനാരായണനായി കംസൻ്റെ കാരാഗൃഹത്തിൽ വന്ന് ഭംഗിയായി സ്തുതിച്ചു നമസ്കരിച്ചു. പ്രാരബ്ധ ജന്മങ്ങൾക്ക് സർവ്വവിധത്തിലും ഈ ഭവസാഗരത്തെ തരണം ചെയ്യാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും ഈ കൃഷ്ണകഥകളിൽ കൂടിയിട്ട്, കൃഷ്ണനാമങ്ങളിൽ കൂടിയിട്ട്. അതുകൊണ്ട് സർവ്വവിധത്തിലും ഈ ഒരു കൃഷ്ണാവതാരം ഇപ്പോഴേക്കല്ല, കലൗ ജനിഷ്യമാണാനാം ദുഃഖശോകതമോനുതം, വരാൻ പോകുന്ന കലിയുഗത്തിലെ ഭക്തന്മാർക്കും ഒരൗഷധമായിട്ട് ശോഭിക്കും. ഭൂമേർ ഭാരം അപാകുരു ഭാരം ഭുവോഹര യഥൂത്തമ വന്ദനം തേ. ഇവിടെ ഭൂമിയുടെ ഭാരം മാത്രം പോരാ, ഭക്തന്മാരുടെ ഹൃദയത്തിന് അല്ലെങ്കിൽ സജ്ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നു ചേരുന്ന ദുഃഖഭാരം കൂടി ഇല്ലാണ്ടാക്കണേ എന്ന് പ്രാർത്ഥിച്ച് ദേവകീ വസുദേവന്മാരെ നമസ്കരിച്ച് ബ്രഹ്മാദി ദേവന്മാർ ആകാശവീഥികളിലേക്ക് തിരിച്ചെഴുന്നള്ളുന്നു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് 125ഓളം വർഷം ഭൂലോകമാകുന്ന നാടകവേദിയിൽ ഗോലോകനാഥനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആനന്ദ നർത്തനം അത് കാണാനായി കാത്തിരിക്കുന്നതായ ആ ബ്രഹ്മാദി ദേവന്മാർ. കാലം ഭഗവാന് അനുകൂലമായി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഭഗവാനാണ് കാലം. അപ്പോൾ ആർക്കനുകൂലമായി? നമുക്കൊക്കെ അനുകൂലമായി. അതുകൊണ്ടാണ് ഇപ്പോൾ കൃഷ്ണാവതാരം പറയാൻ, കേൾക്കാൻ, പാരായണം ചെയ്യാൻ ഈ ഒരു സന്നിധിയിൽ നമുക്ക് എത്താൻ സാധിച്ചത് എന്നുണ്ടെങ്കിൽ ചിങ്ങമാസത്തിൽ അഷ്ടമിരോഹിണി സുദിനത്തിൽ അർദ്ധരാത്രിയിൽ പൂർണ്ണചന്ദ്രൻ ഉദിച്ചതായ ആ ഒരു രംഗത്തിൽ സർവ്വവിധത്തിലും സജ്ജനങ്ങൾ കണ്ണു തുറന്ന് നാമം ജപിക്കാനും ദുർജനങ്ങൾ കുർക്കം വലിച്ചുറങ്ങാനും തുടങ്ങിയതായ രംഗത്തിൽ ബ്രാഹ്മണന്മാരുടെ യജ്ഞം ചെയ്യുന്നതായ യാഗാഗ്നി തനിയെ തെളിഞ്ഞ് ശോഭിക്കുന്നതായ രംഗത്തിൽ താമരകളൊക്കെ അർദ്ധരാത്രിയിൽ വിടർന്നു. താമരക്കണ്ണനായ ഭഗവാന്റെ അവതാരത്തിന് വേണ്ടിയിട്ട് കുയിലുകൾ അർദ്ധരാത്രിയിൽ കൂജനം ചെയ്തു. ഭഗവാന്റെ വേണുഗാനം ഞങ്ങളുടെ കൂജനം പോലെയല്ലേ എന്ന ആനന്ദത്തിൽ കാർമേഘങ്ങൾ ആകാശത്ത് പരസ്പരം കൂട്ടിമുട്ടി കരിമുകിൽ വർണ്ണനായിട്ട്, കാർമേഘവർണ്ണനായിട്ടല്ലേ ഭഗവാന്റെ അവതാരം എന്ന ഭാവത്തിൽ പോരാ. അർദ്ധരാത്രിയിൽ മയിലുകളൊക്കെ പീലി വിടർത്തി ആടാൻ തുടങ്ങി. മയിലുകൾക്ക് എന്താ ഇപ്പോൾ കൃഷ്ണാവതാരത്തിന് ഇത്ര വലിയ സന്തോഷം എന്നാണെങ്കിൽ അവരും പറയും ഞങ്ങൾക്കും കൃഷ്ണാവതാരത്തിലൊരു സന്തോഷമുണ്ട്. എന്താ സന്തോഷം? ഞങ്ങളുടെ ഈ പീലിക്ക് ഭംഗിയുണ്ട് എന്ന് ഇത്ര കാലം ലോകം അംഗീകരിച്ചില്ല. എന്നാൽ നാളെ യശോദ എന്നുള്ളതായ അമ്മ കണ്ണൻ്റെ നിറകയിൽ ഞങ്ങളൊരു പീലി എടുത്തങ്ങ് ചാർത്തുമ്പോൾ
ഞങ്ങളുടെ പീലിക്കല്ലേ ആ ഒരു ഭംഗി. അങ്ങനെ പ്രപഞ്ചത്തിലെ സർവ്വജീവജാലങ്ങൾക്കും ആനന്ദം കൊടുത്തുകൊണ്ട് ഭഗവാൻ അവതാരത്തിനായി തയ്യാറെടുത്ത് നിൽക്കുന്ന രംഗം കൂരിരുട്ട് നിറഞ്ഞ കംസൻ്റെ കാരാഗ്രഹത്തിലെ ആ കൽഭിത്തികൾ ചാലി നിൽക്കുന്നതായ ദേവകീ വസുദേവന്മാർ കണ്ണടച്ച് ഹൃദയത്തിൽ ഭഗവാനെ, പരബ്രഹ്മസ്വരൂപനായ ഭഗവാനെ ധ്യാനിക്കുന്നതും ആ കൂരിരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് സച്ചിദാനന്ദപ്പൊരുളായ ഭഗവാൻ നീലചന്ദ്രനായി, അദ്ഭുതബാലകനായി, ശംഖചക്ര ഗദാധാരിയായി അവതാരം ചെയ്യുന്നതുമായ രംഗമാണ്. അവിടെ പിന്നെ പ്രാരബ്ധ ചങ്ങലയില്ല, ഇതുവരെ അനുഭവിച്ചതായ ആ കണ്ണുനീരിൻ്റെ ഉപ്പുസ്വാദില്ല, സർവ്വവിധത്തിലുള്ളതായ ദുഃഖങ്ങളും മറന്ന് ആ ദേവകീ വസുദേവന്മാർ ഭഗവാനെ ആശ്രയിച്ചു, ആസ്വദിച്ചു എന്ന് പറയുന്ന രംഗമാണ് ഇനി നമുക്കും ഇവിടെ അനുസ്മരിക്കാനുള്ളത്. സർവ്വവിധത്തിലും നമ്മളും ചിന്തിക്കണം. ഇങ്ങനെയൊരു രംഗത്തിലേക്ക് നമ്മളൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ പരീക്ഷിത്ത് ചിന്തിച്ചതുപോലെ അമ്മയുടെ ഗർഭം മുതൽ സരക്ഷിതാ രക്ഷതി യോഹി ഗർഭേ, അല്ലേ? അമ്മയുടെ ഗർഭം മുതൽ ഈ നിമിഷം വരെ എന്തൊക്കെ അപകടങ്ങളിൽ നമ്മൾ പെട്ടുപോകുമായിരുന്നു. ഇടത്തും വലത്തും മുൻപിലും പിറകിലുമായിട്ട് എത്രയെത്ര ആപത്തുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളെ ഇത്ര കാലം ആരാ രക്ഷിച്ചത്? ഇപ്പോൾ ഭഗവാനോട് ചോദിക്കേണ്ട ചോദ്യം, എന്തിനാ ഗുരുവായൂരപ്പ, എന്തിനാ കൃഷ്ണ ഇത്ര കാലം ഞങ്ങളെ ഈ ആപത്തിൽ നിന്നൊക്കെ രക്ഷിച്ചതെന്ന് ചോദിച്ചാൽ ഭഗവാൻ ഒരൊറ്റ ഉത്തരയുള്ളൂ, ഇപ്പോൾ ഈ കൃഷ്ണാവതാരം കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൃഷ്ണാവതാരം കേൾക്കാം.